യുവജനങ്ങളുടെ ആശയും ആവേശവുമായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് എക്സ്-MLA, KPCC ജനറൽ സെക്രട്ടറി ശ്രീ A. ഷുക്കൂർ എക്സ്-MLA, KPCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ KP ശ്രീകുമാർ, KPCC സെക്രട്ടറി പ്രിയപ്പെട്ട ശരത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാർ ശ്രീ ടിജിൻ, ശ്രീ സജീവ് ജോസഫ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കൈ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ശ്രീ അനിൽ താജ്, അരിത ബാബു ഉൾപ്പെടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്തുക്കളെ, ഏറെ ആദരണീയനായ DYSP ശ്രീ ജയരാജ്, CI ശ്രീ അരുൺ, SI ശ്രീ ബാബുരാജ്, ശ്രീ ഉല്ലാസ്, ശ്രീ ലാത്തി ഒടിയുന്നത് വരെ അടിച്ച ബഹുമാനനായ ശ്രീ ആൻസൺ, ഹെഡ് കോൺസ്റ്റബിൾ ശ്രീ അഭിലാഷ്, നോർത്ത് ആലപ്പുഴ SI ശ്രീ ധനീഷ്, തൃക്കുന്നപ്പുഴ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ റൌഫ്, സിവിൽ പോലീസ് ഓഫീസർ ശ്രീ വിനു, SI ശ്രീ ബെർലി, പ്രിൻസിപ്പൽ SI ശ്രീ പ്രദീപ്, പിന്നെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വലിച്ചിഴച്ചുകൊണ്ടുപോയി ആദരവ് കാണിച്ച പ്രിയപ്പെട്ട ശ്രീ പോൾ, തലക്കടിക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ വിജിലാൽ, അങ്ങനെ ഉൾപ്പെടെയുള്ള ആദരണീയരെ, പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾ ഒരു കാലത്തും ഈ പേര് മറക്കില്ല എന്നുള്ളത്. കേരളത്തിൽ ഈ നടക്കുന്ന സംഭവം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മലയാളികൾക്ക് മുമ്പിൽ വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ DYFI ഉൾപ്പെടെ ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങൾ നേരത്തെയും സമരം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൊക്കെ കൊടുത്തും കൊണ്ടും പോയ ചരിത്രമാണ് കേരളത്തിന്റെ സമര ചരിത്രം. പക്ഷെ സമാനതകളില്ലാത്ത പോലീസിന്റെ വേട്ട എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നതാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീണിനെ ഞാനും ശ്രീകുമാറും ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ ഫോട്ടോ കാണുന്നത്. സത്യത്തിൽ മൃഗീയം എന്ന് പോലും നാണിക്കുന്ന തരത്തിൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന തരത്തിൽ അതിക്രൂരമായ പോലീസ് മർദ്ദനം.